सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ശ്ലോകം ചൊല്ലിയായിരുന്നോ? 8 ചൊല്ലിയായിരുന്നോ? ഇല്ല. ഋചോ അക്ഷരേ പരമേ വ്യോമൻ യസ്മിൻ ദേവ അധിവിശ്വേ നിഷേദുഃ യസ്തം ന വേദ കിം ഋചാ കരിഷ്യതി യയിത്തദ്വിദുസ്തേയി മേ സമാസതേ ഋചോ അക്ഷരേ പരമേ വ്യോമൻ യസ്മിൻ ദേവ അധിവിശ്വേ നിഷേദുഃ യസ്തം ന വേദ കിമിർജാ കരിഷ്യതി യയിത്തദ്വിദുസ്ത ഇമേ സമാസതേ ഋചോ അക്ഷരേ പരമേ വ്യോമൻ യസ്മിൻ ദേവ അധിവിശ്വേ നിഷേദുഃ യസ്തം ന വേദ കിം ഋചാ കരിഷ്യതി യയിത്തദ്വിദുസ്തൈ മേ സമാസതേ യസ്മിൻ അക്ഷരേ പരമേ വ്യോമൻ ഋചഃ വിശ്വേ അധിനിഷേദുഃ തം ന വേദ സഹ ഋചാ കിം കരിഷ്യതി യേതത് വിദുഃ തേ ഇമേ സമാസതേ. വേദം ആരെങ്കിലും പഠിക്കുന്നുവെങ്കിൽ അത് പരമമായ സത്യത്തെ അറിയാൻ മാത്രമായിരിക്കും. അല്ലെങ്കിൽ എന്തിന് വേദം പഠിക്കണം? വേദപഠനത്തിൻ്റെ, വൈദികീ പഠനത്തിൻ്റെ, ശ്രുതിയുടെ താല്പര്യത്തിൻ്റെ രംഗമാണിത്. യാതൊരു യസ്മിൻ അക്ഷരേ, യാതൊരു നാശമില്ലാത്തതും പരമേ വ്യോമൻ, പരമവുമായ ആകാശതുല്യമായ ബ്രഹ്മത്തിൽ ഋചഃ വേദങ്ങളും വിശ്വേ ദേവാഹ ലോകത്തിലെ എല്ലാ ദേവതകളും അധിനിഷേദുഃ അധിഷ്ഠിതമായിരിക്കുന്നുവോ. ഏതൊന്നിൽ നാശമില്ലാത്ത ഏതൊരു ബ്രഹ്മത്തിൽ, പരമസത്യമായ ഏതൊരു ബ്രഹ്മത്തിൽ വേദങ്ങളെല്ലാം, ദേവതകളെല്ലാം, വേദം ദേവത നല്ല ഋചഃ വിശ്വേ ദേവാഹ, വിശ്വദേവന്മാരും
ഋക്കുകളും. ഋക്കിന്റെ അർത്ഥം അറിയണ്ട, ശബ്ദം മതി അർത്ഥം തോന്നിപ്പിക്കുവാനെന്ന് ഒരു പഴയ സമ്പ്രദായമുണ്ട്. അർത്ഥമറിയാതെ വേദം ചൊല്ലുന്നവൻ തൂണാണെന്ന് യാസ്കൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും അർത്ഥമറിയാതെ ശബ്ദമുണ്ടാക്കുന്ന സ്വാഭാവിക അർത്ഥമുണ്ട്. ശബ്ദമുണ്ടാക്കുന്ന അർത്ഥം ഓരോ അവയവത്തിലും കോശത്തിലും അനുഭവം എന്ന അർത്ഥമാണ്. അനുഭവം രണ്ട്, വാക്കെന്ന നിലയിൽ അന്യനോട് വിശദീകരിക്കാവുന്ന അർത്ഥം. അനുഭവമെന്ന അറിവ് ശാശ്വതമാണ്. വാക്കെന്ന അറിവ് കൃത്രിമമാണ്, ഉറപ്പിച്ചെടുക്കേണ്ടതാണ്. അത് ഋതവും അനൃതവും എന്ന് രണ്ടായി നിൽക്കുന്നതോ കലർന്നതോ ആണ്. അനുഭവത്തിൻ്റെ സാക്ഷ്യമുള്ളതെല്ലാം ഋതമാണ്. അനുഭവിക്കാനാവാത്തതെല്ലാം അനൃതവുമാണ്. ഋതാനൃതങ്ങളുടെ സംയുക്തമാണ് പലപ്പോഴും നാം അറിഞ്ഞു എന്ന് പറയുന്നത്. അനൃതങ്ങളെല്ലാം നമ്മുടെ രാഗദ്വേഷങ്ങളുടെ ഫലമാണ്. അതുകൊണ്ടത് കേവലതയിൽ നിലനിൽക്കില്ല. വൈദികി ശബ്ദത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ സൂക്ഷ്മഭാവങ്ങളെ അറിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് വ്യാകരണ ശാസ്ത്രവും മറ്റും പഠിക്കുമ്പോൾ സദാശിവന്റെ ഡമരുവിൽ നിന്നാണ് ശബ്ദമുണ്ടായത് എന്നും മറ്റും പറയുന്നതിൻ്റെ അർത്ഥവും അതാണ്. ശബ്ദവീചി രസകലയെ ഉത്തേജിപ്പിക്കുകയും രസസാമർഥ്യമുണ്ടാവുകയും അത് അനുഭവമായി തീരുകയും അത് ആഹാരത്തെ ഉള്ളിൽ ഉദ്ദീപിപ്പിക്കുകയും ആരോഗ്യത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. ശബ്ദവീചി സ്പർശത്തെ ഉണ്ടാക്കുകയും സ്പർശാപേക്ഷയുള്ള പ്രാണൻ സൂക്ഷ്മമായി പീയൂഷമെന്ന നിലയിൽ സഞ്ചരിക്കുകയും ആരോഗ്യത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. ശബ്ദവീചി രൂപത്തെ സൃഷ്ടിക്കുകയും എല്ലാ ശബ്ദത്തിനും രൂപമുള്ളത് കൊണ്ട് അത് രൂപത്തെ സൃഷ്ടിക്കുകയും അത് കാണുകയും
ആനുഭൗതികമായിത്തീരുകയും അത് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. രസം പറഞ്ഞു. ശബ്ദവീചി ഗന്ധത്തെ ഉണ്ടാക്കുകയും ഗന്ധാനുഭൂതി പകരുകയും ആരോഗ്യത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇതേപോലെ തന്നെ ശബ്ദവീചി ശബ്ദത്തെ ഉണ്ടാക്കുകയും ഒരു ഭാഗത്ത് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുകയും ശബ്ദം വികലമായി തീരുമ്പോൾ ശബ്ദ തന്മാത്രകൾ തന്നെ ആരോഗ്യഹാനിക്ക് കാരണമായി തീരുകയും ചെയ്യും. അതേ ശബ്ദം ആരോഗ്യഹാനിക്ക് കാരണമാകുന്ന സ്പർശമായി തീരുമ്പോൾ ഭാര്യാപുത്രാദികളോടുള്ള സ്പർശമായി തീരുകയും അതിൻ്റെ വൈകല്യങ്ങളിൽ നിന്ന് ആരോഗ്യഹാനി ഉണ്ടാവുകയും ചെയ്യും. രൂപരസഗന്ധാദികളിലും വിരുദ്ധങ്ങളായി ഇവ വരുമ്പോൾ ആരോഗ്യഹാനി ഉണ്ടാവും. ഇത്രയും സാധ്യത ശബ്ദത്തിനുണ്ടെന്നറിഞ്ഞ് ഏതെങ്കിലും ഒരു ഭാഷ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് ഗവേഷണം ചെയ്തു നോക്കേണ്ടതാണ്. പ്രകൃത്യാ തന്നെയോ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തോ വ്യക്തതയുള്ള ഒരു ഭാഷാശാസ്ത്രം ആരോഗ്യപൂർണമായി നിലനിൽക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. ഞാൻ ഇന്നതിനുണ്ടെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനൊരു പഠനത്തിൻ്റെ പ്രസക്തി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഭാഷയ്ക്ക് ആ കഴിവുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ല. അതുണ്ടോ എന്ന് പഠിച്ചു നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്തതൊക്കെ സങ്കല്പിക്കുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഭാഷയ്ക്കുണ്ടെന്നും പറഞ്ഞില്ല. അങ്ങനൊരു ഭാഷയുണ്ടെങ്കിൽ അതാണ് പഠിക്കേണ്ടത് എന്ന കാര്യത്തിന് സംശയം. അതെ, അങ്ങനെ സാധ്യതയുള്ള ഏതെങ്കിലും ഭാഷയുണ്ടായിരിക്കുമോ? ഞാൻ അറിയുന്നിടത്തോളം ഭാഷാശാസ്ത്രജ്ഞന്മാർ ഈ വഴിയിൽ ചിന്തിച്ചിട്ടില്ല. എന്നാണ് എൻ്റെ വിശ്വാസം. Am I right? ഞാൻ അറിയുന്നിടത്തോളം ഭാഷയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഊഷ്മാക്കൾ, അന്തസ്തങ്ങൾ, ഖരം, അതിഖരം, മൃദു, ഘോഷം, കണ്ഠ്യം, ഓഷ്ട്യം, താലവ്യം, ഇങ്ങനെയൊക്കെ ശബ്ദത്തെ നിർണയിച്ചിട്ടുള്ള ഒരു ഭാഷ എൻ്റെ അറിവിൽ സംസ്കൃതമാണ്. അതിനെ പിൻപറ്റി വല്ല ഭാഷകളും വന്നിട്ടുണ്ടെങ്കിൽ അവയിൽ സംസ്കൃത വ്യാകരണത്തിൻ്റെ ഈ അംശങ്ങളുണ്ട് എന്നും പറയാം.
ശരിയായിരിക്കുമോ? ശരീരശാസ്ത്രവുമായി ഭാഷാശാസ്ത്രത്തെ, മസ്തുളങ്കവുമായി ഭാഷാശാസ്ത്രത്തെ, ശബ്ദമുൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുമായി ഭാഷാശാസ്ത്രത്തെ ഏതെങ്കിലും ഭാഷയിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതായി നമുക്കറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ വൈകാരിക തലങ്ങളിലൊന്നും സ്പർശിച്ചില്ല. മാതൃഭാഷയാണ് നിങ്ങളുടെ ജനിതകത്തിൽ കിടക്കുന്നതെന്നൊക്കെ സമ്മതിക്കുമ്പോഴും ഞാനതിനെ നിരുപദ്രവകരമായ ഒരു ശാസ്ത്രത്തിൻ്റെ മാതൃകയിൽ നിന്നുകൊണ്ട് കേവലമായി അന്വേഷിക്കുക മാത്രമാണ്. എൻ്റെ അന്വേഷണത്തിൻ്റെ പന്ഥാവിനോട് യോജിച്ച് നിന്നുകൊണ്ട് വെറുതെ നിരുപദ്രവകരമായി സാധാരണന്മാരായി കേൾക്കുക. കേട്ടിട്ട് പോയിരുന്നു നിങ്ങൾ ആലോചിക്കുക. ഞാൻ അടുത്തതിന്നത് പറയുമെന്ന് നേരത്തെ ഭാവന ചെയ്ത് പറയുന്ന കാര്യം കേൾക്കാതെ തീരുമാനങ്ങളിലെത്താതിരിക്കുക. അകുഹ വിസർജനീയാനാം കണ്ഠ്യഃ. ഇങ്ങനെ ശബ്ദാർത്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണിനി സൂത്രരൂപത്തിൽ ഇന്ന ശബ്ദമുണ്ടാക്കുന്ന സ്ഥാനങ്ങൾ പങ്കെടുത്താണ് ഈ ശബ്ദം വരുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്ന് മറ്റേതെങ്കിലും ഭാഷയുടെ വ്യാകരണം പഠിക്കുമ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് എല്ലാ ഭാഷയും എനിക്കറിയില്ല. അറിയുന്നിടത്തോളവും കേട്ടിട്ടുള്ളിടത്തോളവും സംസ്കൃതത്തോട് നല്ല ബന്ധമുള്ള ചില ഭാഷകളിൽ അതിൽ നിന്ന് കടമെടുത്ത് ഇങ്ങനെ പഴയ കാലത്ത് അത് അന്വേഷിച്ചിട്ടുള്ള വ്യാകരണ പ്രതിബദ്ധതയുള്ള പണ്ഡിതന്മാർ വ്യാകരണത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നതിനപ്പുറം പ്രയോഗത്തിലുണ്ടെന്നും തോന്നുന്നില്ല. Am I right? അങ്ങനെയൊക്കെ ഉള്ളതിലുണ്ടെന്ന് തോന്നുന്നു. സംസ്കൃത ഭാഷ രൂപാന്തരപ്പെട്ട അല്ലെങ്കിൽ സംസ്കൃത ഭാഷ ഉൾക്കൊള്ളുന്ന ഇൻഡോ യൂറോപ്യൻ ഭാഷാഗോത്രത്തിൽ പോലും ഉണ്ടായിട്ടുള്ള ഇതര ഭാഷകൾക്ക് ഇങ്ങനൊരു പഠനമുള്ളതായി തോന്നുന്നില്ല. ഉച്ചാരണ ശാസ്ത്രമുണ്ട്. ഉച്ചരിക്കേണ്ടത് ഇന്ന പോലാണ്. അത് ഇല്ല എന്ന് പറഞ്ഞില്ല. മതേ എന്ന് ഉച്ചരിച്ചാൽ മതി എന്നൊക്കെയുള്ള സങ്കല്പനങ്ങളുണ്ട്. ഇല്ല എന്നില്ല. എന്തുകൊണ്ട് പി സൈലൻ്റാണ് സൈക്കോളജിയിൽ? അതൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ഇതുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലെന്നാണ് എൻ്റെ പരിമിത ധാരണ. വിഷയം എനിക്കതല്ല.
ഏതെങ്കിലും ഭാഷ, ഒന്നാമതൊരു ശബ്ദം ഉരുവിടുമ്പോൾ ആ കേൾക്കുന്ന ശബ്ദത്തിൽ നിന്ന് പരിചയം കൊണ്ട് പ്രതീതമാകുന്ന രൂപവും പരിചയമില്ലാത്തവന്റെ ഭാവനയിൽ രൂപാന്തരപ്പെടുന്ന രൂപവും യാതൊരു പരിചയവും ഇല്ലാത്തവനിൽ രൂപാന്തരപ്പെട്ട രൂപത്തിന് ആ ശബ്ദവീചിയോട് സാദൃശ്യമുണ്ടെങ്കിൽ ആ ഭാഷ കേവലമാണ്, സാമാന്യമാണ്. അത്തരമൊരു ഭാഷയ്ക്ക് പ്രസക്തി കൂടുതലാണ്. എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൈജ്ഞാനികമായ കാര്യങ്ങളോട് താല്പര്യം വന്ന് ഭാഷ പഠിക്കാനോ ഉൾക്കൊള്ളാനോ ഒരുങ്ങുമ്പോഴുള്ള സാഹസികതയും പഠനവും ഒന്നു വേറെയാണ്. സ്വാഭാവികമായ ഒരു അനുഭൂതി ശബ്ദത്തിൽ നിന്ന് ലഭിച്ച് ക്ലേശമില്ലാതെ ആന്തരികമായ അനുഭൂതിയോടുള്ള താല്പര്യം കൊണ്ട് പഠിച്ചെടുക്കുന്നത് കാര്യം വേറെയാണ്. യോജിക്കുമോ എന്നറിയില്ല. വിഷയ വൈവിധ്യത്തിൽ വിഷയവികാരങ്ങളിലൂടെ പോകുവാൻ പ്രേരിപ്പിച്ച് വിഷയലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സമഗ്രത കയ്യിലില്ലാതാകാൻ ശബ്ദം ഉപയോഗിക്കുന്ന രീതിവിധാനം ഒന്ന് വേറെയാണ്. സമഗ്രത നിലനിർത്തി ആനന്ദാനുഭൂതിയെ തരുമാറ് പ്രകടമായി മറ്റൊരാളോട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അനുഭവമുണ്ടാക്കുന്ന ഒരറിവിൽ താല്പര്യം തോന്നി ശബ്ദത്തെ ഗ്രഹിക്കുന്നത് കാര്യം വേറൊന്നാണ്. ഭാഷയെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഭാഷയ്ക്ക് വിഷയവൈപുല്യത്തിലൂടെ കൊണ്ടുപോയി വികലമായി ഒരിടത്തെത്തിക്കാതെ സമഗ്രമായൊരറിവിൽ നിലനിർത്തുന്ന, സമീകരണം നടത്തുന്ന അറിവ് അതുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് രസാവഹമാണ്. ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറഞ്ഞില്ല.
അങ്ങനൊരു സാധ്യത ഉണ്ടോ എന്നൊരു അന്വേഷണം മാത്രമാണ് ഞാനിപ്പോൾ മുമ്പ് വെച്ചത്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകളിൽ നിങ്ങൾ ഭുജിക്കുന്ന ലോകം സൂക്ഷ്മതയാ ശബ്ദായമാനമായി തീരുമ്പോൾ ശാന്തിയിലും അശാന്തിയിലും രാഗത്തിലും ദ്വേഷത്തിലും നന്മയിലും തിന്മയിലും അനുകൂലത്തിലും പ്രതികൂലത്തിലും ഒക്കെ ശബ്ദം പങ്കുവഹിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞു മതിയല്ലോ ബാക്കി അന്വേഷിക്കാൻ. ശബ്ദം മാത്രമേ പങ്കുവയ്ക്കുന്നു. പിന്നെ ഇനി അപകടകരമായ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. അപകടകരങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ലോക ജനതയില് ഭാഷാശാസ്ത്രത്തിന്റെ ഈ പ്രത്യേകതകളില് സർവാദരണീയങ്ങളെന്ന് പൊതുവെ ജനങ്ങൾ കൽപ്പിക്കുന്ന പ്രചുര പ്രചാരം നേടിയിട്ടുള്ള ഭാഷകളിലെ ശബ്ദങ്ങൾ സജീവമായിരിക്കുന്ന ലോകത്ത് അശാന്തി കൂടുതൽ പടർന്നു പിടിക്കുന്നുണ്ടോ? ഒരു ശതമാനം ജനങ്ങൾ പോലും ഇന്ന് സംസ്കൃത ഭാഷ ഉപയോഗിക്കുന്നില്ല. ലോകത്തെവിടെയും നിത്യജീവിതത്തിൽ അല്പം പോലുമില്ല. Am I right? നിത്യജീവിതത്തിൽ അല്പം പോലുമില്ല. ലൗകികങ്ങളായ കാര്യങ്ങൾ പറയാൻ ഒരിക്കൽ പോലും സംസ്കൃത ഭാഷയെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ജീവിത ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഇടപെടാനോ പരിപാടിക്കോ ഇല്ല. ലോകത്ത് ഏതാണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ആംഗലേയ ഭാഷയാണ്. Is it right? ഭാഷയുടെ ശബ്ദവീചികൾ ഒരുവനിൽ അലയടിക്കാൻ തുടങ്ങുമ്പോഴും അത് പറയുന്നതിനുള്ള സ്പന്ദം ഒരുവനിൽ നിന്നുണ്ടാകുമ്പോഴും അത് വേറൊരുവന്റെ കർണപുടങ്ങളിൽ അലച്ച് അതൊരു അനുഭവമായി തീരാൻ തുടങ്ങുമ്പോഴും ലോകമെമ്പാടും സംഘർഷമുണ്ടാകുന്നുണ്ടോ?
സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്, എൻ്റെ അല്ല. ഞാൻ വെറും ചോദ്യകർത്താവാണ്. ഞാൻ ഒബ്സർവ് ചെയ്തതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിടത്തോളം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ അയൽപക്കങ്ങളിൽ, നിങ്ങൾ ഇടപെടുന്ന ലോകങ്ങളിൽ മാന്യന്മാരും പണ്ഡിതന്മാരുമായ നിങ്ങളുടെ അധ്യാപകന്മാരുടെ ഇടയിൽ പോലും അവരുടെ പ്രാചീന വിശ്വാസങ്ങളും പ്രമാണങ്ങളും അവർ നിലനിർത്തിപ്പോന്ന സംസ്കൃതിയും അവരുടെ കുടുംബ ബന്ധങ്ങളും ജീവിത രീതികളും ഈ ഭാഷയുടെ ശബ്ദവീചികൾ ഉള്ളിൽ ചെല്ലുമ്പോൾ അവരെ ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, സഹിഷ്ണുതയിലേക്ക് നയിക്കുന്നുണ്ട്. ആംഗലേയ ഭാഷ, ഞാൻ ആംഗലേയ ഭാഷയാണ് ഉദ്ദേശിച്ചത്. ലോകമെമ്പാടുമുള്ള ആംഗലേയ ഭാഷ ഇന്ന് പണ്ഡിതന്മാരെന്ന് കേരളീയർ പരക്കെ വിശ്വസിക്കുന്നത് ആ ഭാഷ കൈകാര്യം ചെയ്യുന്നവരെയുമാണ്. ശരിയാണ്. ആ ഭാഷ പറയാൻ തുടങ്ങുമ്പോൾ പാരസ്പര്യങ്ങൾ ഏറുക, ബന്ധങ്ങൾ ഉറയ്ക്കുക, ശാന്തി ഉണ്ടാകുക, അന്യർക്ക് ശാന്തി നൽകുക, ഇതൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ ചുറ്റും ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞാൽ നിരുപാധികം ഒബ്സർവ് ചെയ്യാം. കാരണം ഇന്ത്യയിൽ ഇതിൻ്റെ ഒബ്സർവേഷന് വളരെ എളുപ്പമാണ്. ഒന്ന്, ആംഗലേയ ഭാഷ പ്രചാരം ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ആരംഭകാലം മുതൽ അതിക്രമങ്ങൾ വളരെ കൂടുതലാണ്. ചരിത്രപരമായി ആ രാജ്യങ്ങളിലൊന്നും പാരസ്പര്യങ്ങൾ ഉള്ളതായി കേട്ടുകേൾവിയില്ല. കേട്ടുകേൾവി പോലുമില്ല എന്നാണ് ഞാൻ പറയേണ്ടത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്, ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഞാൻ സംസ്കൃത ഭാഷയെ പറ്റി ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ വളരെ ബോധപൂർവമാണ് പോകുന്നത്. ഞാൻ അല്പം പോലും ഒരു ഇന്ത്യൻ ഭാഷയെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ജനറലായി പറഞ്ഞിട്ട്
ആംഗലേയ ഭാഷയ്ക്ക് മഹത്വമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ചേതോവികാരത്തെ, അദ്ദേഹത്തിലൂടെ പ്രകടമായ നിങ്ങളുടെ ഒരു വികാരത്തെ കുറച്ചുകൂടെ അടുത്തപഗ്രഥിക്കുവാൻ പാശ്ചാത്യ നാടുകളിലെ പൂർവാനുഭവങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തു നിരത്തുക മാത്രമാണ് ഞാൻ ചെയ്തത്. ആ നാട്ടിലെ കലകൾ, ആ നാട്ടിലെ സാഹിത്യം, ഇവയൊക്കെ എടുത്തു നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ബോധ്യമാവും. എൻ്റെ അറിവിൽ കുടുംബ ബന്ധങ്ങളില്ല. ഉള്ളതായി വല്ല അറിവും ഏതെങ്കിലും പുസ്തകം വായിച്ചോ ഏതെങ്കിലും ആളുകൾ അവിടെ പോയവർ പറഞ്ഞു കേട്ടോ ഏതെങ്കിലും കലയിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ പാകത്തിനെങ്കിലുമോ ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഭാഷ രൂപപ്പെട്ടതിന് ശേഷം അങ്ങനെ സംസ്കാരമായി വന്നതായിരുന്നു. ഭാഷാ ശബ്ദത്തിൽ ആ ശബ്ദവീചിക്കകത്ത് നിങ്ങളുടെ വൈകാരിക തലങ്ങളെ സ്പർശിക്കുകയും ഊനം തട്ടാതെ ഒരു പാരസ്പര്യത്തെ നിലനിർത്തുകയും ചെയ്യാൻ അത് അർഹിക്കുന്നിടത്ത്, അത് അർഹിക്കാത്തിടത്ത് ബന്ധം ഇല്ലാതിരിക്കുമ്പോൾ ആരോഗ്യമുണ്ടാകേണ്ടിടത്ത് ഉപയോഗിക്കുന്ന പദങ്ങളിൽ ബന്ധം ഇല്ലാതാക്കാൻ പര്യാപ്തമായ ഭാഷാ ശബ്ദങ്ങൾ കൊണ്ട് ഒരു ഭാഷ അലങ്കൃതമാകുമ്പോഴാണ് ആ ഭാഷ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ പങ്കുവഹിക്കുന്നു എന്ന് പറയാനാകുന്നത്. മനസ്സിലായോന്നറിയില്ല. ഞാൻ ബാലുവുമായി സംസാരിക്കുമ്പോൾ എൻ്റെ അന്തർഗതങ്ങൾ, എൻ്റെ മനസ്സ് ഭാഷയിൽ രൂപപ്പെട്ട് വാക്കായി വരികയും അത് ബാലുവിൻ്റെ മനസ്സിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കൂടെ ഒരു സ്പന്ദനമുണ്ടാക്കുകയും എനിക്കും ബാലുവിനും ആരോഗ്യകരമായൊരു ബന്ധത്തിന് ആവശ്യം വരുമ്പോൾ ആ ശബ്ദം കൊണ്ട് ബന്ധിച്ചു നിർത്തുകയും എനിക്കും ബാലുവിനും ആരോഗ്യം വേണ്ട സമയത്ത് ബന്ധം അരുതെങ്കിൽ ആ ശബ്ദം കൊണ്ട് ബന്ധിക്കാതിരുന്ന് നിൽക്കുകയും ചെയ്യാൻ ഭാഷ എവിടെ സമർത്ഥമാകുന്നുവോ ആ ഭാഷ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഭാഷയാണ്. ഇതാണ് ഞാൻ അവതരിപ്പിച്ച കാഴ്ചപ്പാട്. ഋജുവാണോന്ന് എനിക്കറിയില്ല. വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് ഒരുത്തൻ്റെ സാംസ്കാരിക തലം ഉയർന്നു നിന്നാൽ ഏത് ഭാഷയും ആകാം. അതിന് ഭാഷ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് ഏത് ഭാഷ കൊണ്ടാണോ അതിലടങ്ങിയ വാക്ക് എവിടെയോ സ്പന്ദിക്കുമ്പോൾ ഒരു ദർശനവിശേഷം അനുഭവിക്കുകയും തദ്വാര
അവൻ മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാതെ ഇത് ഭാഷയുടെ കഴിവാണ്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. ഞാൻ വെറും ഭാഷാപ്രയോഗത്തിൻ്റെ അതിസ്ഥൂലമായ ലോകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. എൻ്റെ സൂക്ഷ്മലോകങ്ങളിലേക്കോ ഋഷിമാർ ദർശിച്ച മന്ത്രങ്ങളിലേക്കോ അതിൻ്റെ പ്രയോഗത്തിലേക്കോ ഒന്നും ഞാൻ നിങ്ങളെ കൊണ്ടുപോയില്ല. ഭാഷയുടെ പുറംചട്ട മാത്രം ഉൾക്കൊള്ളുന്ന സ്ഥൂലമായ ലോകം മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇന്നും ഭാഷ പഠിപ്പിക്കുമ്പോൾ നിർവചനം ആശയപ്രകാശം നടത്തുന്ന ഒരു ഉപാധി എന്ന രീതിയിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പഠിപ്പിക്കുന്നത് പ്രശ്നമല്ല. പഠിപ്പിക്കുന്നത് അറിവില്ലാത്തവനും പഠിക്കാൻ പോകുന്നത് അറിവില്ലാത്തവനുമാകുമ്പോൾ ഒരറിവില്ലാത്തവൻ അറിവില്ലാത്തവനോട് സംവദിക്കുന്നിടത്ത് അത്രയൊക്കെ നടക്കും. അത് കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല, പേടിക്കണ്ട. നിർവചനം ഇങ്ങനെയാണെന്ന് മാത്രം. നിർവചനം അപകടം പിടിച്ച നിർവചനമാണ്. ഒരല്പം അപകടം പിടിച്ച നിർവചനമാണോ? അല്ല, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു വിവരദോഷിയായിരിക്കെ എനിക്ക് വിവരമുണ്ടെന്നും നിനക്ക് വിവരമില്ലെന്നും പറഞ്ഞ് വിവരമില്ലാത്തവൻ വിവരമില്ലാത്തവനോട് നടത്തുന്ന ഒരു സംവേദനം. ആശയ വിശദീകരണത്തിന് സമർത്ഥമാകുമെന്ന തെറ്റിദ്ധാരണയിൽ ശരിയല്ല. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. നമ്മുടെ സബ്ജക്റ്റ് യാതൊരു തരത്തിലുള്ള വ്യക്തിയിൽ വരുന്ന സാമർഥ്യവും കണക്കിലെടുക്കാതെ ഭാഷയുടെ സാമർഥ്യം കണക്കിലെടുത്തു. അങ്ങനെ ഏതെങ്കിലും ഭാഷയുണ്ടെങ്കിൽ അത് ആദരണീയമായൊരു ഭാഷയാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഇംഗ്ലീഷ് ആയാലും ആദരണീയമാണ്, മലയാളമായാലും ആദരണീയമാണ്, ഫ്രഞ്ച് ആയാലും ആദരണീയമാണ്. ഇനി സംസ്കൃതം അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ച് ആദരണീയമല്ലാതാവില്ല. ആദരണീയമാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകും ചിലപ്പം. സംസ്കൃതം അങ്ങനെ ആയിക്കൂടാന്നെങ്ങാനും അങ്ങനെ തീരുമാനം വരാതിരിക്കാൻ പറഞ്ഞതാണ്. ഇതല്ലേ എൻ്റെ ആ കറക്റ്റ് ട്വിസ്റ്റ് അല്ലേ? ഞാൻ സാഹിത്യത്തെയോ കലയെയോ അതിലെ സാഹിത്യമെടുത്താൽ പോലും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹിത്യം അതിൽ നിന്ന് എടുത്തിട്ട് അതിൽ പോലും അറിയാത്തൊരു ശാന്തി ഇരിപ്പുണ്ട്, ഭാഷാപരമായ ശാന്തി.
എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പ്രൗഢഗംഭീരമായ തലത്തിൽ സംസ്കൃത കാവ്യങ്ങളെയും സംസ്കൃത വ്യാകരണത്തെയും സംസ്കൃത ശബ്ദാർത്ഥങ്ങളെയും പ്രയോഗിക്കാൻ അറിയാവുന്ന ഒരു പൂരക്കളിപ്പണിക്കര് മറുത്തുകളി നടത്തുമ്പോൾ വടക്കൻ കേരളത്തിൽ അവിടെ പോയിരുന്ന് ആസ്വദിക്കുന്നവരിൽ ഏറിയ കൂറും ഭാഷയുടെ യാതൊന്നും അറിയാത്തവരാണ്. അതിൽ സാഹിത്യമുണ്ട്, കലയുണ്ട്, കാവ്യമുണ്ട്, വ്യാകരണമുണ്ട്, ഛന്ദശാസ്ത്രമുണ്ട്, അലങ്കാരങ്ങളുണ്ട്, ഇവയെല്ലാം ഉണ്ട്. കേൾക്കാൻ വന്നിരിക്കുന്നതിലെ ഭൂരിപക്ഷം വരുന്ന ജനവും ഭാഷയെപ്പറ്റി യാതൊന്നും അറിയാത്തവർ. ഒരു പക്ഷേ കാതോർത്തിരിക്കുന്നതും കൂടുതലും അവരാണ്. ആ കാവ്യ സന്ദർഭങ്ങൾ അറിയാവുന്നവൻ അവിടെ ഇരുന്നാൽ ഇടവിട്ടിടവിട്ട് കേൾക്കുകയും ഇടയ്ക്കിടയ്ക്ക് ബാക്കി കാര്യങ്ങളിൽ ശ്രദ്ധ വിട്ടുപോവുകയും വിട്ടുപോയ ഭാഗം അവൻ്റെ ബോധത്തിൽ നിന്ന് യോജിപ്പിക്കുകയും അത് അവതരിപ്പിച്ചയാൾ പറയാത്തത് ചേർത്ത് പിന്നീട് മറ്റൊരാളോട് പറയാൻ സമർത്ഥമാവുകയും ചെയ്യുമ്പോൾ ശബ്ദത്തെ മാത്രം അനുമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഷ അറിയാത്ത ആളുകളാണ്. നിങ്ങളിൽ മറുത്തുകളിയിൽ പോയി ഇരുന്നിട്ടുള്ളവരുണ്ട്, ഒന്ന് കൈവക്കിയാൽ നല്ലതാണ്. മറുത്തുകളിക്ക് പോയി അവിടെ ഇരുന്നിട്ടുണ്ട്. മറുത്തുകളി നടക്കുന്നിടത്ത് പോയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സംഭവം ശരിയുണ്ടോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അനുഭവിച്ചു? ഈ മറുത്തുകളിയിൽ പോയിരിക്കുന്ന ജനങ്ങൾ പൊതുവെ ശാന്തന്മാരായി കാണപ്പെടുന്നു, പ്രശ്നങ്ങളെ സമന്വയിപ്പിക്കുന്നവരായി കാണപ്പെടുന്നു. പലപ്പോഴും പ്രശ്നസങ്കീർണങ്ങളായ മാനസികാവസ്ഥകളിലും വിഷമതകളിലും പെട്ടുപോകുന്നവരെ അവർ നീ വന്ന് അതൊന്ന് കേൾക്ക്, അവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞിരുന്നു പോയാൽ പലപ്പോഴും അവരും മാറിപ്പോകുന്നു എന്ന അനുഭവം വടക്കൻ കേരളത്തിലുണ്ടോ? ഒന്നും മനസ്സിലായിട്ടില്ല, നീ ഒന്ന് വന്ന് അവിടെ ഇരിക്കും, ഞാൻ പോകുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇങ്ങനൊരു അനുഷ്ഠാനപൂർവകമായ ഒരു പരമ്പര അവിടെ നടക്കുന്നുണ്ടോ? നിങ്ങളുടെ അറിവിൽ നിങ്ങൾ കൈപൊക്കിയവർ അങ്ങനെ ആരെങ്കിലും പറഞ്ഞപ്പോഴാണോ ആദ്യമായി പോയത്? പറയണമെന്നില്ല. എന്നെ സ്പെസിഫിക്കായി ചോദിച്ച് വിഷമിപ്പിക്കുന്നുണ്ടോ ഞാൻ? നിങ്ങൾ ആദ്യം അവിടെ പോയിരുന്നത് ഇതുപോലെ ആരെങ്കിലും വരുന്നില്ലേ, മറുത്തുകളിയാണ്, ഞാനെങ്ങും വരുന്നില്ല, അവിടെ കുറെ സംസ്കൃത പണ്ഡിതന്മാർ എന്ന് പറയുന്നത്
താല്പര്യം. പോയി ഇരുന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കൊള്ളാമല്ലോ പണി എന്ന് തോന്നുകയും പിന്നെ പോയില്ലെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ട് പോലെ ആവുകയും പോവുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ പോകുന്നവരുണ്ടോ? നാട് വിട്ട് വെളിയിൽ പോയവർ പോലും ആ സമയമാകുമ്പോൾ എന്തോ നഷ്ടം വരുമെന്നോർത്ത് തിരിച്ചെത്തി പങ്കെടുത്തു പോകുന്നവരുണ്ടോ? ഈ പങ്കെടുക്കൽ അവരിൽ ശാന്തി ഉണ്ടാക്കുന്നുണ്ടോ? മരിച്ചതും മൺമറഞ്ഞതും നിർജീവമായതും എന്നൊക്കെ പണ്ഡിതന്മാർ ഉദ്ഘോഷിക്കുന്ന സംസ്കൃത ഭാഷയിൽ തനിച്ചല്ലാതെ മാതൃഭാഷയും കലർത്തി നടത്തുന്ന ഈ പ്രക്രിയക്കിടയിൽ കിടക്കുന്ന സംസ്കൃത ശബ്ദത്തിൻ്റെ വീചികൾ പോലും ആരോഗ്യത്തിനും ശാന്തിക്കും കാരണമാകുന്നുണ്ടോ? ഇവിടെയൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് എൻ്റെ നാവ് മുന്നോട്ട് പോകുന്നത്, പദം വയ്ക്കുന്നതെന്ന് പറഞ്ഞ പോലെ. സംസ്കൃത വാക്കുകളെ ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിൽ ഈ അശാന്തി നിറയുന്നത് അവ കൃത്യമായി അതിൻ്റെ ശബ്ദവീചികളുടെ ഒരു ആന്തരിക സംസ്കാരമില്ലാതെ പ്രയോഗിക്കുന്നതുമാണ്. തീർച്ചയായും മക്കളിൽ തന്നെ രണ്ടാശങ്കരും പറയുമ്പോൾ മറ്റാളുകൾ നമുക്ക് വല്ലാത്ത പ്രശ്നമാണ്. അതിന് കാരണം സംസ്കൃത അധ്യാപക ക്ലാസ്സുകൾ അതിന് കാരണം അവരത് ഉപയോഗിക്കേണ്ടിടത്തല്ലാതെ ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ അതിൻ്റെ ശബ്ദവീചി ഉണ്ടാക്കുന്ന സ്പന്ദനം ശാന്തമല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഭാഷ അങ്ങനെയൊന്നുണ്ടെങ്കിൽ ആ ഭാഷയിൽ തന്നെ കൂടുതൽ സമീകരിച്ചെടുത്തിട്ടുള്ള ഋച്ചകൾ എത്രത്തോളം നാശമില്ലാത്തവനും പരമവുമായ ആകാശതുല്യമായ ബ്രഹ്മത്തിൽ അധിഷ്ഠിതമാണോ അതിനെ പ്രകടിപ്പിക്കുവാൻ സമർത്ഥമാകേണ്ടതാണ്. ആകുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ ഇറുക്കുകൾ? ഞാനിനി ഒന്ന് തിരിക്കാം. ഈ ഉപനിഷത്തില്, ശ്വേതാശ്വതര ഉപനിഷത്തില് 4-ാം അധ്യായത്തില് 8-ാം ശ്ലോകത്തില് കുറഞ്ഞത് ഇങ്ങനൊരു അന്വേഷണം. അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋചയെ, ശബ്ദത്തെ ഇങ്ങനൊരു അന്വേഷണത്തിനെങ്കിലും അവർ വിധേയമാക്കിയിട്ടുണ്ട്. ഇത്രയും വികസിച്ച കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഭാഷാശബ്ദത്തെ ഇങ്ങനൊരു അന്വേഷണത്തിനെങ്കിലും വിധേയമാക്കിയിട്ടുണ്ടോ? അത് കഴിഞ്ഞു മതിയല്ലോ ബാക്കി. ഞാൻ ആദ്യം പറഞ്ഞ ഒക്കെ കളയുക. അതിനെയൊക്കെ വിഡ്ഢിത്തങ്ങളുടെ പട്ടികയിൽ നിങ്ങൾ പെടുത്തുക. അതൊക്കെ അല്പത്തരമായി എണ്ണുക. ഭാഷാഭിമാനം കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് തെറിവിളിച്ചുകൊള്ളുക. മൂഢനായ ഒരുവൻ
സ്വന്തം രാജ്യത്തോടും ഒക്കെയുള്ള മമതയും അന്ധവിശ്വാസവും കൊണ്ടൊക്കെ ജൽപ്പിച്ചതാണെന്ന് വിചാരിച്ചു കൊള്ളുക. പക്ഷെ ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, ഏതു ഭാഷയിലാണ് ഭാഷ പരമാത്മാവിനെ പ്രകടമാക്കുന്നതിൽ പര്യാപ്തമല്ലെങ്കിൽ എന്തിനീ ഭാഷ പറയണം എന്നൊരന്വേഷണമുള്ളത്? അതാണല്ലോ ഇവിടുത്തെ വാക്കിൻ്റെ അർത്ഥം. നിങ്ങളുടെയൊക്കെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞതിനോട് സാദൃശ്യമുള്ള അർത്ഥമാണോ എഴുതി വച്ചിരിക്കുന്നത്? അതല്ല ഞാൻ വല്ലോ അതിനകത്ത് കയ്യാങ്കളി നടത്തിയോ എന്ന് നോക്കാം. ഋചോ അക്ഷരേ പരമേ വ്യോമൻ യസ്മിൻ ദേവാ അധിവിശ്വേ നിഷേധുഹു യസ്തം ന വേദ കിം ഋചാ കരിഷ്യതി കിം ഋചാ കരിഷ്യതി. എന്തിന് ഋചയെ ചെയ്യണം? എന്തിന് ഋക്ക് ചൊല്ലണം? എന്തിന് ഋക്ക് വേദമായതുകൊണ്ട് എന്തിനീ വേദം പഠിക്കണം? അത് പരമവ്യോമമായ ബ്രഹ്മത്തെ പ്രകടിപ്പിക്കുവാൻ സമർത്ഥമാകുന്നില്ലെങ്കിൽ എന്തിനാണിതിൻ്റെ പഠനം? ഋച എന്ന് പറഞ്ഞാൽ വേദശബ്ദം, ഋക്കുകൾ എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ സൂക്തങ്ങൾ. ഇതര വേദങ്ങളിലെയും സൂക്തങ്ങൾ ഋക്കെന്ന് തന്നെ പറയുന്നത് കൊണ്ട് വേദം എന്ന് പൂർണ്ണമായി അർത്ഥം. അതിലെ ഓരോ സൂക്തത്തിനും ഋക്കെന്നാണ് പറയുന്നത്. ഋക്കുകൾ കൊണ്ട് അലങ്കൃതമായ വേദം. അഥർവം മുഴുവൻ ഈ ഋക്കുകളിൽ പെടുന്നത് കൊണ്ട് അതും ഋക്കുകളാകുന്നു. ഈ ഉപനിഷത്താകട്ടെ ഋഗ്വേദാന്തർഗതമോ അഥർവവേദാന്തർഗതമോ അല്ല, യജുർവേദാന്തർഗതമാണ്. അപ്പോൾ അതും ഋക്കുകൾ തന്നെയാകും. നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം ഈ സാധനം. നിങ്ങളുടെ ബുദ്ധിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ടെസ്റ്റ് ചെയ്യാം. പട്ട് പിടിക്കൂല്ലെങ്കിൽ ഈ ഋക്കുകളുടെ താല്പര്യം ഏകവും അദ്വയവുമായ ആത്മബോധത്തെ നിലനിർത്തുക മാത്രമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് അങ്ങനെയാണ് താല്പര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്തിനിത് പഠിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇത് പഠിക്കുന്നത് ബ്രഹ്മത്തെ അറിയാൻ മാത്രമാണെന്നാണ് അപ്പോൾ താല്പര്യം. അപ്പോൾ വിഷയലോകങ്ങളിലേക്ക് താല്പര്യമുണ്ടാക്കുന്ന ഭാഷകളും അതിൻ്റെ ആന്തോളനങ്ങളും വിഷയങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ താല്പര്യവും നാശാത്മകമായുള്ള അവൻ്റെ യാത്രയുമാണ് ഈ ഭാഷാപഠനത്തെ നിരുത്സാഹപ്പെടുത്തിയതും നശിപ്പിച്ചതും. ഇന്ദ്രിയങ്ങളും വാക്കും മനസ്സും പ്രാണനും
ആത്മവിഭൂതികളും ഭാഷയുടെ വിഹായസിലാണ് ആത്മബോധത്തിൻ്റെ സഹജാന്തരീക്ഷത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഈ അന്വേഷണം ഇതര ഭാഷകളിൽ ഇല്ലാത്തതുകൊണ്ട് ഈശ്വര വിഷയകങ്ങളായ കാര്യങ്ങൾ ആ ഭാഷയിലൂടെ പഠിച്ചാലും എത്താൻ സാധ്യമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ കുറച്ച് കടന്ന പ്രയോഗമാണ്. അതുകൊണ്ട് മനസ്സുമതി എല്ലാമാകും എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പ്രോത്സാഹനീയങ്ങളെങ്കിലും വസ്തുതാപരങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ കുഴച്ചോ? സംസ്കാരം മാറ്റാൻ വേണ്ടി ഭാഷ അത്യന്ത വിഷയമാണല്ലോ. അങ്ങനെയല്ലേ സത്യം? കാരണം ആ ചോദ്യത്തിനകത്ത് അതിൻ്റെ ഉത്തരവില്ലേ? കാരണം അതിലെ അത്യന്താപേക്ഷിതം മുതലായ ശബ്ദങ്ങളൊക്കെ അത് ഉറപ്പായി കഴിഞ്ഞ് അങ്ങനെ ആകരുതേ എന്നൊരു പ്രാർത്ഥനയിൽ ആകില്ല എന്ന്, അങ്ങനെ നിർബന്ധമില്ലടോ എന്നൊന്ന് സമാധാനിപ്പിക്കു സ്വാമികളെ എന്ന് ചോദിക്കുന്ന പോലൊരു ചോദ്യമല്ലേ ആകുന്നുള്ളൂ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് അത്യന്താപേക്ഷിതമാണെന്ന്. എന്നാൽ അതെന്നെ അലോസരപ്പെടുത്തുന്നു. എനിക്കൊരു ശാന്തി കിട്ടാൻ ഒരു കള്ളമെങ്കിലും പറഞ്ഞു തരൂ സ്വാമികളെ എന്നല്ലേ ആ ചോദ്യത്തിൻ്റെ വ്യംഗ്യം. അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ ഈ അത്യന്താപേക്ഷിതമൊക്കെ വന്ന് കടന്നുകൂടുന്നത്? ഇങ്ങനെ ക്ലാസ് പോയാൽ പെശകുണ്ട്. കാരണം ഗഹനത കൂടും. അതുകൊണ്ടാണ് അവർ ഇത്രയും പ്രാധാന്യത്തോടെ പറഞ്ഞത്. ഞാൻ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. അത് ഞാൻ അതിന് ക്ലിയറായി ഉത്തരം പറഞ്ഞു. സംസ്കൃത സാഹിത്യം എടുത്ത് അത്യന്ത ആധുനികർ വല്ലതും പടച്ചു വെച്ചത് മാറ്റി അത് ഒരു ഭാഷയായിരുന്ന കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള സംസ്കൃത സാഹിത്യമെടുത്ത് അതിലെ പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് ഒരന്വേഷണം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ കാമം ശൃംഗാരമായി അത്രയൊന്നും ഉദാരമാകാതെ, ഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാമം ഉദാത്തീകരിക്കപ്പെട്ടാണ് ശൃംഗാരം ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്കറിയുമോ എന്നറിയില്ല. രസത്തിൽ രാജൻ ശൃംഗാരവുമാണ്.
ഇന്ന് നിങ്ങൾ സീരിയലുകളിലും ബഹളമുള്ളിടത്തും ഒന്നും കാണുന്നത് ശൃംഗാരമല്ല, കാമമാണ്. കേരളത്തിലൂടെ പോയാൽ ഫ്ലക്സ് ബോർഡിൽ ശൃംഗാരമല്ല കാണും. ശൃംഗാരം അറപ്പുണ്ടാക്കൂല, രോഗം ഉണ്ടാക്കൂല. ശൃംഗാരം ആനന്ദമുണ്ടാക്കുകയും ആരോഗ്യമുണ്ടാക്കുകയും ചെയ്യും. ശൃംഗാരത്തിൽ പ്രേമമുണ്ട്, കാമത്തിൽ പ്രേമമില്ല. റേഡിയോ മാംഗോയുടെയോ മറ്റോ പരസ്യമാണെന്ന് തോന്നുന്നു, കേരളത്തിലുടനീളമുണ്ട്. ഒരു പെൺകുട്ടി നിൽക്കുന്ന ഒരു ആൺകുട്ടിയോട് ചുമ്മാ തങ്ങി ചേട്ടാ എന്ന് പറഞ്ഞാൽ അത് കാമമാണ്, പദം അത്രയേ ഉള്ളെങ്കിൽ. ആം ഐ റൈറ്റ്? അങ്ങനെ പരസ്യമുണ്ട്, വഴിയിലൊക്കെ കാണാം. നിങ്ങൾ പരസ്യപ്പലകെ നോക്കാറില്ലാത്തതുകൊണ്ട് ഞാനിത് മുഴുവൻ വായിക്കുന്നതുകൊണ്ട് കണ്ടുപോയതാണ്. അപ്പോ അത് കാമമാണ്, പച്ചയായിട്ട്. അങ്ങനെയുള്ള കാമം വർണ്ണിക്കുന്നിടത്ത് പോലും അത് എങ്ങനെ രൂപപ്പെടുന്നു എന്നറിയണമെങ്കിൽ മേഘസന്ദേശം പോലും നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. ശാപം കൊണ്ടാണ് യക്ഷൻ ഭാര്യാവിരഹം അനുഭവിച്ചു വരുന്നത്. ആ യക്ഷൻ ഭാര്യയെ പിരിഞ്ഞെത്തുമ്പോൾ അയാളിലെ കാമതീവ്രത ചിന്താബന്ധുരമായി തീർന്ന് ഇന്ദ്രിയങ്ങളിൽ മനസ്സിലൊക്കെ കാമം കത്തിയത് ആത്മാവിൽ വരെ എത്തുമ്പോൾ, അധ്യസിച്ച് കഴിയുമ്പോൾ പോകുന്ന മേഘം തൻ്റെ സന്ദേശമെത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന്, അതിന് ജീവനുണ്ടെന്ന് വരെ സങ്കല്പിക്കുന്നിടത്തേക്ക് കാമം എത്തുന്നത് പോലെയാണ് കാളിദാസൻ അത് അവതരിപ്പിക്കുന്നത്. അപ്പൊ സാഹിത്യം എടുത്താലും ഇത് കാണാം. വായിച്ചു തീരുകയും നിങ്ങളത് ഉൾക്കൊള്ളുകയും ചെയ്ത് കഴിയുമ്പോഴേക്ക് എവിടെയോ ഏതോ ശാപഗ്രസ്തമായ അവസ്ഥയിൽ ഏതോ കാന്തയോട് പൂർവജന്മാർജിതമായി വിരഹമനുഭവിക്കുന്ന മാനവന്റെ മുഴുവൻ വിരഹം കത്തിത്തീരുകയും ശാപമോക്ഷം കിട്ടുകയും ശാന്തമാവുകയും ചെയ്യും. വിവാഹിതരെങ്കിലും ഭാര്യയോടൊപ്പം ഇരിക്കുന്നവരെങ്കിലും ഭാര്യയുടെ ചേഷ്ടിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു സാങ്കല്പിക ഭാര്യയുടെ വിരഹം അനുഭവിക്കുന്ന ഒരു ഭർതൃപദവി മിക്കവാറും മനുഷ്യനുണ്ടാകുമെന്ന് തോന്നുന്നു. Am I right? അടുത്ത് തന്നെ ഭാര്യ ഇരിക്കുന്നു, അവളുടെ ചേഷ്ടകള് തൻ്റെ സങ്കല്പ ഭാര്യയോട് യോജിക്കാത്തിടത്തെല്ലാം അവളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും ആ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാക്കുന്നത് തീവ്രമായ വിരഹം തന്നെയാണ്. കടുങ്കൈയാണെങ്കിൽ പറയാൻ മറക്കരുത്. ഇവരാരും ചിരിക്കുന്നില്ല, താൻ ചിരിക്കുന്നു. താനാണ് കല്യാണം. അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. അവരാണ് മസിൽ പിടിച്ച് ചിരി വന്നു പോകരുത്, നമ്മളെ പിടിച്ചു പോകരുത് എന്ന മട്ടിലിരിക്കുന്നു അല്ലേ മധുസൂദന? അടുത്തയിടെയും വളരെ കാലത്തെയും മാരേജൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന 1ഉം 2ഉം കല്യാണം കഴിഞ്ഞവർ വരെ
അനങ്ങാതിരിക്കുമ്പോ താനിരുന്ന് ചിരിക്കുന്നു. ഇത് എന്തൊരു കളിയാടും. സാഹിത്യത്തെ കുറിച്ചുള്ള സംശയം തീർന്നോ? ആ ചോദിച്ചോളൂ. സംസ്കൃതത്തിലുള്ള സാഹിത്യം ബാക്കിയുള്ള വ്യാകരണങ്ങളൊക്കെ മാത്രം തന്നെ, പക്ഷെ ഭാഷ എന്നുള്ള രീതിയിൽ അക്ഷരങ്ങൾ മാത്രം മാറ്റി നിർത്തിയാൽ അതിനെ സംസ്കൃതം ഞാൻ അക്ഷരത്തെ അല്ല പറഞ്ഞത്, ശബ്ദത്തെയാണ് ഞാൻ പറഞ്ഞത്. ശബ്ദം, ഭാഷാ ശബ്ദം. ഭാവത്തിനല്ല ഞാൻ പറഞ്ഞത്, ശബ്ദം. അർത്ഥവുമല്ല പറഞ്ഞത്, വെറും ഭാഷാ ശബ്ദം. എന്ന് പറഞ്ഞാൽ പതി എന്നൊരു ശബ്ദം, പത്നി എന്നൊരു ശബ്ദം, ഭാര്യ എന്നതും സംസ്കൃത ശബ്ദമാണ്, മലയാളം അല്ല. മലയാളത്തിലാണെങ്കിൽ പച്ചയ്ക്ക് പറയുക അവന്റെ പെണ്ണ്. മനസ്സിലായില്ല? ആ ശബ്ദവും മറ്റേ 3 ശബ്ദങ്ങളും ശബ്ദമുളവാക്കുന്ന ഭാവം. വൈഫ് എന്ന ശബ്ദം സാർവലൗകികമായി വൈഫ് എന്ന ശബ്ദം ഹൃദയാന്തരത്തിലൊരു പ്രേമത്തിൻ്റെ ഭാവത്തിൻ്റെ തലങ്ങൾ സാമാന്യേനെ ഉണ്ടാക്കുമെങ്കിൽ ആ ശബ്ദം ഉത്തമ ശബ്ദമാണ്. പത്നി എന്ന ശബ്ദം സാമാന്യേന ആളുകളിൽ ഉത്കണ്ഠയോ വെറുപ്പോ ഭാവതീവ്രത ഇല്ലായ്മയോ ഉണ്ടാക്കുമെങ്കിൽ, കേട്ടിട്ടേ ഇല്ലാത്തവരിൽ പോലും ശബ്ദം കേൾക്കുമ്പോൾ പ്രതീതമാകുന്നത് ശാന്തമാക്കുന്നില്ലെങ്കിൽ അത് വികല ശബ്ദമാണ്. തിരിച്ചാ ഞാൻ പറഞ്ഞത്, സംശയം വേണ്ട. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. എല്ലാം നിങ്ങളുടെ സങ്കല്പങ്ങളിൽ നിന്ന് അനുകൂലിച്ച് നടത്തി നോക്കിയ അന്വേഷണം പൊളിഞ്ഞിട്ട് മതി ഇപ്പുറത്തത് സ്വീകരിക്കാൻ. ഞാൻ സംസ്കാരത്തെ ഒന്നും പിടിച്ചില്ല. സംസ്കാരം കടന്നു വരുന്നുവെങ്കിൽ ഭാഷ നിരുപദ്രവകരവും നിർജീവവുമാണ്. ഓരോരുത്തൻ്റെയും സംസ്കാരത്തിനനുസരിച്ചുണ്ടാകുന്ന ഭാവതലങ്ങളെ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട്, എന്നാൽ അവയെ അല്പം പോലും ബന്ധപ്പെടുത്താതെ ഭാഷയുടെ കേവലതയിലുള്ളത് മാത്രമാണ് ഞാൻ തുടക്കം മുതൽ അന്വേഷിച്ചത്. അതിനെ നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സംസാരിച്ച 2-3 പേരെല്ലാം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തിയുടെ ഭാവമല്ലേ, വ്യക്തിയിൽ വരുന്ന വികാരമല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതെല്ലാം നമ്മുടെ ചർച്ചാ വിഷയം. അത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഭാഷയ്ക്ക് ഇങ്ങനെ ഒരു ഏടുവെപ്പുണ്ടോ, അത് മാത്രമാണ് ചർച്ച. അതുകൊണ്ടാണ് ഞാൻ മറുത്തുകളി ഉദാഹരണം പറഞ്ഞത്. കേരളത്തിലെ മൈക്ക് ഓപ്പറേറ്റർമാർ പറഞ്ഞു വിടുന്ന, മൈക്ക് സെറ്റിൻ്റെ ഓണർമാർ പറഞ്ഞു വിടുന്ന മൈക്ക് ഓപ്പറേറ്റർ ഭാഗവത സപ്താഹത്തിലും രാമായണ സത്രത്തിലുമൊക്കെ പോയാൽ ആദ്യ അവസാനം അവിടെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. വലിയ പണ്ഡിതന്മാരുടെ ആംഗലേയ പ്രഭാഷണങ്ങൾ കേൾക്കാനും അവിടെ പോയിരിക്കേണ്ടി വരുന്നുണ്ട്.
വലിയ കോലാഹലമുള്ള മീറ്റിങ്ങുകളിലും പോയിരിക്കേണ്ടി വരുന്നുണ്ട്. ഒരു പ്രാവശ്യം താൻ അയച്ചിട്ട് അതിലേതെങ്കിലും ഒന്നിൽ നിന്ന്, കോലാഹലമുള്ളതിൽ നിന്ന് പോയിരുന്ന് അവിടുന്ന് ശാന്തനായിത്തീർന്നതുകൊണ്ട് ശാന്തത വേണ്ടിടത്തേക്കെല്ലാം ഇവനെയാണിപ്പോൾ ഞാൻ പറഞ്ഞയക്കുന്നത് എന്ന് ഓണർ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ പണ്ഡിതന്മാരുടെ ആംഗലേയ ഗോഷ്ഠികളിൽ പെട്ടിട്ട് അവിടുന്ന് ശാന്തനായിത്തീർന്നു, അതുകൊണ്ട് ഇവനെ ഇപ്പോൾ ഞാൻ മിക്കവാറും കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇവൻ ആ സപ്താഹ സ്ഥലത്ത് പോയിരുന്നതാണ്. അപ്പം ആകെ അപകടകാരിയാണ്, ഒരിടത്തും വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കുറേയായിട്ട് സപ്താഹങ്ങളിലും സത്രങ്ങളിലും മൈക്കിന് വിളിച്ചാൽ പോകാറ് തന്നെയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഞാൻ പ്രയോഗിച്ചത്. ഒരു അന്വേഷണത്തിന് സാധ്യതയും അതനുസരിച്ച് ലോകശാന്തിക്ക് ഒരു ഭാഷയുടെ ആഗീരണത്തെക്കുറിച്ചുള്ള പഠനവും, അതേത് ഭാഷയും ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ ഉപനിഷത്തിനോടൊപ്പം ഇരുന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് സംസ്കൃതം വേണമെന്ന് നിർബന്ധമുണ്ടെന്ന് നിങ്ങൾ ഊഹിച്ചിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. Am I right? ഞാനതിൽ വ്യതിയാനമുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തിയത്, ഞാനീ പറയുന്ന അന്വേഷണം ഇന്നേക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ ഉപനിഷത്തിൽ ഒരാൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനൊന്ന് ഭാഷയിലെങ്ങും സത്യസന്ധമായി മുന്നോട്ട് വെച്ചതായി ഞാൻ കേട്ടിട്ടില്ല എന്ന് മാത്രമാണ് പ്രശ്നം. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷന് വകയില്ല. എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടും ഉറച്ച സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടുമാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്ന ആശയങ്ങളെ സിദ്ധാന്തമെന്ന നിലയിൽ സ്വീകരിച്ച് മുമ്പിൽ വെച്ച് ഒരു അപഗ്രഥനത്തിന് പോലും തയ്യാറാകാൻ മടിയില്ലാത്തത്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോധ്യമാകുമെന്ന് തോന്നുന്നു. ഞാൻ അല്പം പോലും ഇളക്കമുള്ള മണ്ണിലല്ല നിൽക്കുന്നത്. മറിച്ചൊരാശയം നിങ്ങളാണ് വെക്കുന്നതെങ്കിൽ അത് തെറ്റാണെങ്കിൽ കൂടി അത് സ്ഥാപിച്ചെടുക്കണമെന്നുള്ളൊരു പിടിവാശി ബ്രെയിനുണ്ടാവും. Am I right? ഞാനത് ഇതുവരെ പ്രകടിപ്പിച്ചില്ല. അങ്ങനൊന്ന് പ്രകടിപ്പിക്കുകയല്ലേ സ്വാമി ചെയ്യുന്നത് എന്ന് നിങ്ങൾ മുൻകൂട്ടി സംശയിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുക. Am I right? Am I right? അതിനോട് ഞാൻ വിരോധിക്കുന്നുമില്ല. ഞാനത് വളരെ രസകരമായി എടുത്തുകൊണ്ട് ആ സാധ്യതയും കൂടി നാച്ചുറലായി ഇല്ലാതാകുമെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞത് സ്വീകരിച്ചാൽ മതി. ഇതിൽ അങ്ങനൊരു ആശയമുണ്ട്. ഇപ്പൊ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ സംസ്കാരമായിട്ട് ഭാവങ്ങളില്ലെങ്കിൽ പാശ്ചാത്യ സംഗീതത്തോടും ഇത് വരാൻ എങ്ങനെയാണ്? ഞാൻ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നില്ല. എനിക്കതേക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞാൽ, ഒരു പാശ്ചാത്യ സംഗീതം നിങ്ങളുടെ മനസ്സിനെ ടെൻസാക്കുന്നത്, അതിൻ്റെ മൂർധന്യത്തിൽ എത്തിച്ച് കഴിഞ്ഞ് അത് ഓഫ് ചെയ്യുമ്പോൾ ആ ടെൻസ് സിറ്റുവേഷൻ മുഴുവനൊന്ന് മാറുമ്പോൾ
ലഭിക്കുന്ന ഒരു ചെറിയ ആന്തോളനം കണ്ടിട്ട് അതിഷ്ടപ്പെടുന്നുവോ? അതല്ല, അത് കേൾക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ആ ശബ്ദവീചികൾ നിങ്ങളെ ആദ്യാവസാനം ശാന്തമാക്കുന്നത് കൊണ്ട് അത് കേൾക്കാൻ തുടങ്ങുന്നുവോ? ക്ലാസിക്കൽ മ്യൂസിക് പക്ഷെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല. കേൾക്കാൻ എപ്പോഴെങ്കിലും പോയിരുന്നാൽ പരമാവധി ശാന്തമാവുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ശാന്തി പുത്തൻ തലമുറയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് റിയാലിറ്റി ഷോയിൽ നിങ്ങൾ പറഞ്ഞ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും വന്ന് ശാന്തമായി ശരീരം പോലും അനങ്ങാതെ പാടുക, അങ്ങനെ പാടണമെന്നാണ് നിയമം. ശബ്ദം ശ്രാവ്യമായിട്ടുള്ള ഒന്നാണ് മ്യൂസിക്. ശ്രാവ്യമായിട്ടുള്ള ഒന്ന് ശ്രവണേന്ദ്രിയം കൊണ്ട് ആത്മ താതാത്മ്യത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് ശ്രാവ്യമല്ല, ദൃശ്യമാണ്. ഒരാൾ തലയാട്ടുകയോ കൈകൊണ്ട് കുറെ ഗോഷ്ഠി കാണിക്കുകയോ ഇളകിയാടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദൃശ്യത്തെയാണ് ആസ്വദിക്കുന്നത്, ശ്രാവ്യത്തെയല്ല. കൂടുതൽ ദൃശ്യമാണ് ആസ്വദിക്കുന്നത്. ശ്രാവ്യത്തെ ആ സമയത്ത് ആസ്വദിക്കുന്നുണ്ടാവില്ല പലപ്പോഴും. അതുകൊണ്ടാണ് റിയാലിറ്റി ഷോയിൽ ഇത് അല്പം കൊടുത്തിട്ട് ബാക്കി സമയത്ത് അതിനോടൊപ്പമുള്ള നൃത്തങ്ങളും സ്റ്റേജിൻ്റെ അലങ്കാരങ്ങളും അതിൻ്റെ ആങ്കറിങ്ങിന് നിൽക്കുന്ന പെൺകുട്ടിയുടെ നഗ്നതാ പ്രദർശനവും %50 പേരെങ്കിലും എഴുകിച്ചേർന്ന വസ്ത്രത്തിനുള്ളിൽ എന്തുണ്ടാകുമെന്ന് ക്രൂസോയിലെ പരസ്യം പോലെ, ആരുടെ അകത്തിരിക്കുന്നതെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു പരസ്യം. Am I right? കണ്ടിട്ടില്ല. ഇതൊക്കെ ഫ്ലക്സ് ബോർഡിലുണ്ട്. നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത്? അണ്ടർവെയറിന്റെ പരസ്യമാണെന്ന് തോന്നുന്നു. ഒരു സായിപ്പോ ഒരു ആഫ്രിക്കൻ നേഗ്രോയോ ഒരു കുന്തോ വടിയോ ഒക്കെ പിടിച്ചുകൊണ്ട് നിന്ന് ആരുടെ അകത്തിരിക്കുന്നതെന്നൊരു അണ്ടർവെയർ വിട്ട് ചോദിക്കുന്ന ചോദ്യം കണ്ട് അണ്ടർവെയർ വാങ്ങിക്കാൻ പോകുന്നവരാണ് ജനങ്ങൾ. അപ്പൊ ഇതിന്റെ പേരിൽ അവിടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ അലങ്കരിച്ച നഗ്നത, am I right? അത് ദർശിക്കാനായിരിക്കുന്നത്, അത് സംഗീതം കേൾക്കാനാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇതും തീർത്തിട്ടായിക്കോട്ടെ. അപ്പോൾ ശ്രാവ്യം എന്ന നിലയിൽ അതിനെ കാണാൻ പറ്റില്ല. ശ്രാവ്യമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കേവലമായാണ് പറഞ്ഞത്, ശബ്ദവീചിയിൽ നിന്ന് മാത്രമുണ്ടാകുന്നൊരനുഭൂതി. അതാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷ ശബ്ദം മാത്രമാണ്. ഇറ്റ്സ് നോട്ട്. ശബ്ദത്തിലുള്ള കാഴ്ചയുണ്ടാവില്ലേ അതിൽ? ആ ശബ്ദം കൊണ്ട് കാണാവുന്നിടത്തോളം കാണണം, ആ ശബ്ദം കൊണ്ട് രസിക്കാവുന്നിടത്തോളം രസിക്കാം. അങ്ങനെ ആണ് മ്യൂസിക്കിനെ പ്രാചീനർ കമ്പോസ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ചെമ്പൈ മുതലാണ് വഴി മാറിയതെന്നാണ്. അപ്പോഴേക്കാണ് ഈ ടി വിയും ബഹളവും ഒക്കെ വന്നതെന്ന് തോന്നുന്നു.
എന്തിനാണെന്ന് നമ്മൾ അതിലേക്കൊക്കെ പോകുന്നത്? ഏകാഗ്രതയോ നിങ്ങളതിൽ ആസ്വദിക്കുന്നു എന്നുള്ളതോ ഒന്നും എൻ്റെ ഇപ്പോഴുള്ള ചർച്ചയിലെ വിഷയമല്ല. അതൊക്കെ വേറെ ഒരു വിഷയമാണ്. അത് പഠിക്കുമ്പോൾ അതെടുക്കണം. അത് തന്നെ നമ്മളിപ്പോൾ ഏകാഗ്രതയില്ലായ്മയുടെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയുടെ ഏകാഗ്രതയെക്കുറിച്ചോ മറ്റുള്ളതിനെക്കുറിച്ചോ ഒന്നുമല്ല. കേവലം ഭാഷ മാത്രം. നിങ്ങൾക്ക് അതിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ ആദ്യ അവസാനം ഈ ഒരു പോയിന്റിൽ നിന്ന് അനങ്ങിയിട്ടില്ല. കേവലം ഭാഷ എന്ന് പറഞ്ഞാൽ ശബ്ദം. അതാ ഞാൻ പതി മുതലായ ഉദാഹരണങ്ങൾ പറഞ്ഞത്. മനസ്സിലായില്ല? വെള്ളം, തണ്ണി, വാട്ടർ, ഇതൊക്കെ ശബ്ദങ്ങളാണ്. അനുഭവം കൊണ്ട് ഇത് ഏത് പറയുമ്പോഴും വരുന്ന ഭാവം മനസ്സിലാക്കാം. അനുഭവമില്ലാത്ത, ഈ ശബ്ദത്തിലൂടെ അനുഭവമില്ലാത്ത ഒരുവനോട് ഈ ശബ്ദങ്ങൾ ഏതെങ്കിലുമോ വാരി, തോയം തുടങ്ങിയ സംസ്കൃത ശബ്ദങ്ങൾ ഏതെങ്കിലുമോ സംസാരിച്ചു നോക്കുമ്പോൾ ഭാവനയിൽ ആ വെള്ളം അവൻ്റെ ബ്രെയിനിൽ പ്രതീതമാവുകയും അതനുഭവിച്ചു കഴിഞ്ഞു എന്ന് തോന്നുകയും അവൻ്റെ ദാഹം ശമിക്കുകയും ചെയ്തു എങ്കിൽ ആ ശബ്ദം ആദരണീയ ശബ്ദമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. ഇതാണ് എൻ്റെ വാദം. കുറച്ചുകൂടെ പറഞ്ഞാൽ x²/a²+y²/b² എന്ന് ഗണിതശാസ്ത്രം അറിയുന്ന ഒരുവന് അതൊരു എലിപ്സ് ആണെന്ന് മനസ്സിലാവും. ഇതുപോലെ ജീവിതായോധനത്തിലേക്ക് വന്ന ഒരുവന് ജീവിതത്തിൻ്റെ ഒരു ഭാഷ, അങ്ങനൊരു ഭാഷ നൈസർഗികമായുണ്ടോ? അത് ദർശിക്കുവാനാണോ ഋഷികൾ ശ്രമിച്ചത്? അവയാണോ ഋച്ച? ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ആണോ എന്ന് സംശയിക്കാൻ ഒരു രൂപരേഖ ഈ ശ്ലോകത്തിലുണ്ട്. ഭാഷയൊക്കെ പഠിച്ച് ഭാര്യയോട് ചതുരവടിവിലും ഭർത്താവിനോട് ചതുരവടിവിലും അധ്യാപകനോട് ചതുരവടിവിലും വിദ്യാർത്ഥിയോട് ചതുരവടിവിലും സംസാരിക്കുന്ന പണ്ഡിതന്മാർക്ക് ലഭിക്കാത്ത ശാന്തി ഭാഷാശാസ്ത്രമോ ഭാഷയോ പഠിക്കാത്ത കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും അത് പെരുമാറുന്നിടത്ത് അതിൻ്റെ യജമാനനോടും അത് ജീവിക്കുന്ന ചുറ്റുപാടുകളോടും അതിൻ്റെ സഹപാഠികളോടും അതിൻ്റെ അച്ഛനമ്മമാരോടും പെരുമാറാൻ കഴിയുന്നുവെങ്കിൽ മനുഷ്യൻ അത്ര പണ്ഡിതനാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പറഞ്ഞ് പലപ്പോഴും കലഹിക്കുകയല്ലാതെ പറഞ്ഞു യോജിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഭാഷ ഉപയോഗിച്ച് പറയാതെ യോജിക്കാൻ അവയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ കഴിവുകളെക്കുറിച്ച് അധികം അഹങ്കരിക്കാതിരിക്കുകയാണ് നല്ലത്. കടുങ്കയ്യായെങ്കിൽ പൊറുക്കണം.
ഏതെങ്കിലും ശബ്ദത്തിന് കേവലതയിൽ ഒരുത്തനെ ശാന്തനാക്കാൻ കഴിയുന്നുണ്ടോ? ആ ഒരു അന്വേഷണം എവിടെയുണ്ട്? പരിമിത പരിമാണത്തിലെങ്കിലും. സമയം തൈ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇങ്ങനൊരു അന്വേഷണം രസമുള്ളതാണ്. പട്ടുപിടിക്കാവുന്നതാണെങ്കിലും ഒരു പിടിയില്ല. ഇതൊരു അന്വേഷണം ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം. അതെ, ഇനി അന്വേഷണം ഉണ്ടായേക്കാം. ഇതുവരെ അന്വേഷിച്ചതായിട്ടൊന്നും കേട്ടിട്ടില്ല. സാധാരണ കേൾക്കേണ്ടതാണ്, നിങ്ങൾ ആരെങ്കിലും കേൾക്കേണ്ടതാണ്. ഇറ്റ്സ് നോട്ട് അതിൻ്റെ ഒരു സൂചന പോലും കേട്ടിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല. സാധാരണ അസാധ്യമാണ്. കാരണം എന്തായാലും ഉപാധി വരാതെ അയാളുള്ള ഒരു അച്ഛനും കേൾക്കുള്ള വികാരം നമുക്ക് കേൾക്കണമെന്നുള്ളൊരു ഉപാധിയല്ല. എനിക്ക് തോന്നുന്നത്, എൻ്റെ തോന്നല് അല്പം കൂടി കേവലമാണ്. ഞാനൊരുമാതിരി നന്നായി പറഞ്ഞു, നന്നായി മനസ്സിലായെങ്കിലും മനസ്സിലായി കഴിഞ്ഞിട്ട് വീണ്ടും ബുദ്ധി കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കുഴപ്പമുള്ള കാര്യമല്ല, എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിലുള്ള ഒരുവൻ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുമ്പോൾ അച്ഛൻ, മകൻ, ഈ ശബ്ദങ്ങൾക്കുള്ള അർത്ഥം തന്നെയാണ് അത് കുറച്ചുനാൾ പഠിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള ഒരുവനും ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മലയാളിയായ ഒരുവൻ അച്ഛൻ, മകൻ എന്ന് ഉപയോഗിക്കുമ്പോൾ, മറ്റത് ഫാദർ, സൺ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതീതി മലയാളിക്കും ആംഗലേയ ഭാഷ പഠിച്ച് അവിടെയുള്ളവനും ഒരേ പ്രതീതി തന്നെ സംഭവിക്കുന്നുവെന്നാണ് എൻ്റെ ധാരണ. അതവൻ്റെ സംസ്കാരം കൊണ്ടോ അല്ലാതെയോ ഒരു മാറ്റവും വരുന്നില്ലെന്നാണ് ഞാൻ ധരിച്ചു വശായിരിക്കുന്നത്. അതേസമയം മലയാളത്തിൽ വന്ന് 10 ദിവസം നിന്ന് അച്ഛ, അമ്മയെന്നൊക്കെ സംസാരിക്കാൻ അവൻ്റെ നാവ് വഴങ്ങില്ല കുറേ കാലത്തേക്ക്. മറ്റത് സംസാരിക്കുവാൻ മലയാളിയുടെ നാവ് എളുപ്പം വഴങ്ങുന്നത് പോലെ അവൻ്റെ നാവ് ഈ പദങ്ങൾ സംസാരിക്കാൻ വഴങ്ങുകില്ലാതായതുപോലും അത് സംസാരിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു തലമുറ അത് സംസാരിച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് ആ ഭാഷ കൈമാറിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ജനിച്ച ഇംഗ്ലീഷിൽ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവൻ്റെ മകൻ നേരിട്ട് ഇംഗ്ലീഷിൽ പഠിച്ചു കഴിഞ്ഞാൽ അവനും മലയാളം വഴങ്ങുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഷാ ബിംബങ്ങൾ സാർവലൗകികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രേരണയും അതിനനുസരിച്ചുള്ള അസോസിയേഷനും അതനുസരിച്ച് രൂപാന്തരപ്പെടുന്ന വികാരങ്ങളും ഭാഷയുടേതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, വ്യക്തിയുടേതല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും അപകടം പിടിച്ച സാധനങ്ങളാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് പെട്ടെന്ന് യോജിക്കാൻ പറ്റുന്ന ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അതേക്കുറിച്ച് എനിക്ക് ശങ്കയില്ല. പക്ഷെ ആലോചിച്ചിട്ട് പോന്നാൽ മതി. ഏത് ഫ്രഞ്ചുകാരനും ഏത് തമിഴനും അല്ല ഏത് ജർമ്മൻകാരനും ഏത് അമേരിക്കക്കാരനും കേരളത്തിൽ വന്ന് ഇവിടുത്തെ കല പഠിക്കാനോ മറ്റുള്ളതിനോ വന്ന് യാദൃച്ഛികമായി നിന്ന് കുറെ കഴിഞ്ഞ് ഈ ഭാഷയൊന്ന് രൂപാന്തരപ്പെട്ട് വരുമ്പോഴേക്ക് അവൻ മലയാളത്തിൽ അച്ഛ, അമ്മയെ എന്ന് അവൻ്റെ അച്ഛനും അമ്മയും അല്ലാത്ത അവന് കഞ്ഞി കൊടുത്ത ആളിനെ 2 പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോൾ തന്നെ അവൻ്റെ വൈകാരികതയ്ക്ക് മാറ്റം വരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു.
പയ്യന്നൂരായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ തെയ്യമൊക്കെ പഠിക്കാൻ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. Am I right? മാത്രമല്ല, ഭാഷ മറ്റ് ആടോപങ്ങളില്ലാതെ തെയ്യത്തിൻ്റെയൊക്കെ ഭാഷ, അതിൻ്റെ തോറ്റംപാട്ടുകളൊക്കെ ഒരു ജർമ്മൻകാരിയോ ഒരു ജപ്പാൻകാരിയോ വന്ന് ചെറുപ്പക്കാരിയായവൾ കേട്ട് അതിൻ്റെ ലാസ്യഭാവങ്ങളോടുകൂടി ശൈശവസഹജമായി മലയാളത്തെ പറയുമ്പോൾ ഏതോ ജനിതക സ്മൃതികൾ അവളിരിക്കുന്ന വീട്ടിലെ പുരുഷനിലുണ്ടായി വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഭാര്യ ഔട്ടായി പോകുന്നുവെന്നും എനിക്ക് തോന്നുന്നു. അത് പയ്യന്നൂർ പ്രദേശത്തിലെ നിത്യകലഹങ്ങൾക്ക് കാരണവുമാകുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. അതിൻ്റെ അയൽപക്കത്ത് നിന്നായതുകൊണ്ട് ചോദ്യകർത്താവിന് തിരിച്ചു പറയാൻ മറുപടി ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടുകയാണ്. അതുകൊണ്ട് ഭാഷ തന്നെയാണ് കേവലമെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞതില് അങ്ങനെ വിശ്വസിക്കരുത്, അങ്ങനെ വിശ്വസിക്കരുത്. അയൽപക്കത്ത് ഇങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടോ? എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവമുള്ള, പേരൊന്നും പറയരുതേ, അനുഭവമുള്ള ഉദാഹരണങ്ങൾ സമീപ പ്രദേശങ്ങളിലുണ്ടോ? ഉണ്ടോ? ഒരാളും മിണ്ടുന്നില്ല. ഇങ്ങനെയാ വിലാസേ? രാമകൃഷ്ണൻ അങ്ങനെയുണ്ട്. നമ്മുടെ ഇംഗ്ലീഷുകാര് മലയാളം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അന്യഭാഷയിലുള്ളവർ വന്ന് മലയാളം കൊച്ചു ഒരുപാട് പരസ്യങ്ങളൊക്കെ ഷാറുഖ് ഖാൻ്റെ പരസ്യം പറഞ്ഞതാണ്, നിങ്ങൾ ഞങ്ങളൊന്നും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ അവരോട് നമ്മൾ വല്ലാതൊരു പ്രിയം തോന്നുന്നു. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ ആന്തോളനമുണ്ട്. ഏതായാലും നിങ്ങള് പ്രധാനമന്ത്രിക്ക് വന്നിട്ട് നമസ്കാരം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ നിന്ന് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കൊഞ്ഞലോടുകൂടി. ഏതായാലും നമുക്ക് തുടരാം, നോക്കാം. ശരി.